5 വർഷമായിട്ട് ഈ ഫീൽഡിൽ വന്നിട്ടുണ്ട്. സ്കൂളിൽ പഠിക്കുമ്പോൾ സിനിമ, മോഹൻലാലിനൊക്കെ സിനിമ അവിടെ ഷൂട്ട് വരുമ്പോൾ സ്കൂളിൽ നിന്ന് ആദ്യമായിട്ട് RJ ബാലാജി സാറിൻ്റെ ഒരു മൂവി ഓടിച്ചിട്ടിട്ടുള്ള വർക്കായിരുന്നു. കാലിലൊക്കെ നീര് വെക്കുന്നു. ഇത് ഹാപ്പി ആയ ഒരു കാരണം അതിനകത്ത് സീമ ചേച്ചി, ചേച്ചി, സത്യരാജിട്ട് അങ്ങനെയുള്ള ഒത്തിരി നല്ല ആർട്ടിസ്റ്റുകളായിട്ട് നല്ല കോമ്പിനേഷൻ, നല്ലൊരു ഡയലോഗുള്ള വേഷം ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായി സിനിമ ചെയ്യാൻ. പുള്ളി എൻ്റെ പേര് ചോദിച്ചു, എൻ്റെ സ്ഥലമൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ ചാവക്കാടാണ് വീടെന്ന് പറഞ്ഞു. അപ്പോഴവർ ചോദിക്കുന്നത് സൈനു ചാവക്കാടിനെ അറിയില്ലായിരുന്നു. അത് CB5 മമ്മൂക്കാട് ഒരു സിനിമയിൽ ആശാശരത്തിന് കൂടെ ചെറിയൊരു വേഷം, ജമാലിൻ്റെ പുഞ്ചിരി, ഇന്ദ്രൻ ചേട്ടൻ്റെ കൂടെ ചേരാന്നാണ് മൂവിയുടെ പേര്. പക്ഷെ അത് റിലീസായിട്ടില്ല. അങ്ങനെ നമ്മളടുത്ത് ടീച്ചർ വേഷം ചെയ്യാനുണ്ട്, വരാൻ പറ്റുമോ, 5 ദിവസത്തെ വർക്കാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ വിളിക്കണം. അവിടെ ചെന്ന് നോക്കിയ സമയത്ത് അവരൊരു ഡോർമെറ്ററിയാണ് നമുക്ക് ഓപ്പൺ ആയി തന്നെ. അല്ലെങ്കിൽ ഞങ്ങളിത് കംപ്ലൈൻ്റ് ആക്കും, ഞങ്ങൾക്ക് എന്ത് വേഷമാണോ തരാൻ ഉദ്ദേശിച്ച് ചെയ്യണത്, ശരിക്കും ഇത് സിനിമ സെറ്റ് തന്നെയാണോ, നല്ല വേഷം എന്നൊക്കെ പറഞ്ഞ് നമ്മളെ വിളിച്ചുകൊണ്ട് പോകുമ്പോൾ നമുക്ക് പറഞ്ഞ വേഷമല്ല അവിടെ അവർ തരുന്നത്. അവരുടെ നമ്മൾ മര്യാദ പൈസ കൊടുത്തേ പറ്റുള്ളൂ, അല്ലെങ്കിൽ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് പൈസ വാങ്ങിച്ചു കൊടുത്തു. മാനേജർ എൻ്റെ കാലം ഒന്ന് പിടിച്ചിട്ട് പറഞ്ഞു, മാഡം ഞങ്ങൾ എത്ര പേയ്മെൻറ്റ് വേണമെങ്കിൽ കൊടുത്തോളാം. ആ സിനിമയിൽ ഞാൻ ലൊക്കേഷൻ മാനേജറായിട്ടുള്ളൊരു പോസ്റ്റ് കൂടി എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. 25 ഏജുള്ള ഒരു മകൻ്റെ അമ്മയായിട്ട് ഈടെ ഒരു ഷോർട്ട് ഫിലിം ചെയ്തായിരുന്നു. അതിനകത്ത് അത് നല്ലൊരു വേഷമാണ്. അതിനകത്ത് നാഷണൽ അവാർഡിന് നോമിനേഷനൊക്കെ കിട്ടിയിട്ടുണ്ട്. അതിന് വേണ്ടി ജോലി പോലും പാടെ ഉപേക്ഷിച്ചു, പള്ളിയിൽ മയ്യത്തെടുത്തില്ല, അങ്ങനത്തെ ഒക്കെ കുറേ കാര്യങ്ങൾ എൻ്റെ അടുത്തൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്തിട്ട് ഞാൻ സിനിമയിൽ പിടിച്ചിരുന്നത്. ഇന്ന വേഷം തരാം, അത് തരാം, അതൊക്കെ പറയും. എന്നിട്ട് നമ്മുടെ അടുത്ത് പറയും ഇത്ര രൂപ പേയ്മെൻറ്റ് എന്നൊക്കെ പറയും. അത് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ നോക്കി, കഴിഞ്ഞിടെ മോനെ നിൻ്റെ വാട്സാപ്പിൽ നിൻ്റെ കലാലയം ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, നിൻ്റെ വീട്ടിൽ വന്ന് ഞാൻ അടിക്കുന്നതെന്ന് പറഞ്ഞു. ചോദിച്ചിട്ട് ഇത്ര പൈസ ഇടാൻ തയ്യാറുണ്ടെങ്കിൽ ഇന്ന നല്ല വേഷം തരാം അങ്ങനെയൊക്കെ പറയണവരുണ്ട്. നമുക്കത് ഇടാൻ താല്പര്യമില്ല, ആ വേഷം വേണ്ടാന്ന് വെച്ചിട്ടുണ്ട്. അങ്ങനെ ജയറാം നല്ലൊരു എക്സ്പീരിയൻസ്, നല്ലൊരു അനുഭവമായിരുന്നു. നമസ്കാരം. JC സ്റ്റുഡിയോ ഇന്നത്തെ എപ്പിസോഡിൽ ചാവക്കാടൻ്റെ മണ്ണിൽ നിന്ന് ഒരു പുതിയ താരോദയം, അതാരാണെന്നും സിനിമ ഇൻഡസ്ട്രിയിൽ കുറച്ച് കാലങ്ങളായിട്ടുണ്ട്, അവരുടെ ലൈഫിൽ എന്തൊക്കെയാണ് സംഭവിച്ചതെന്നും അവരോട് തന്നെ നമുക്ക് നേരിട്ട് ചോദിക്കാം. ഫൗസി, വെൽക്കം ടു JC സ്റ്റുഡിയോ. നമസ്കാരം ഫൗസിയ, എന്തുണ്ട് വിശേഷം? നല്ല വിശേഷം, സുഖമായിരിക്കും. ഇങ്ങനെ സുന്ദരിയായിട്ട് ഇങ്ങനെ വന്നിട്ട് ക്യാമറക്ക് മുന്നിലിരിക്കുക അല്ലേ? ഇങ്ങനൊരു എക്സ്പീരിയൻസ് ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ? ഇന്റർവ്യൂ എക്സ്പീരിയൻസ് ഇല്ല. അതിന് JC സ്റ്റുഡിയോ തന്നെ അതിന്റെ നന്ദി JC. കാരണം ഇവിടെ വരുന്ന ഒട്ടുമിക്ക ആൾക്കാരും ഫസ്റ്റ് ഇന്റർവ്യൂ ആയിരിക്കും. തീർച്ചയായിട്ടും JC ചാനലിൽ. അപ്പോൾ JC സ്റ്റുഡിയോയിലേക്ക് നിങ്ങളെ വെൽക്കം ചെയ്യുന്നു. നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്, ഉത്തരങ്ങൾ പറയാനുണ്ട്. അങ്ങനെ ചോദ്യോത്തരമൊന്നുമില്ല കേട്ടോ, ഞാൻ ചുമ്മാ പറഞ്ഞതാണ്. നമുക്ക് കുറച്ച് കാര്യങ്ങൾ സിനിമയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. ഒന്നാമത്തത്, എത്ര കാലമായിട്ട് മലയാള സിനിമ ഇൻഡസ്ട്രിയിലുണ്ട്? 5 വർഷമായിട്ട് ഈ ഫീൽഡിൽ വന്നിട്ടുണ്ട്. 5 വർഷമായി. അതിന് ശരിക്കും കുഞ്ഞുനാളിൽ ഞാനൊരു സിനിമ ചെയ്തായിരുന്നു. അതിനകത്തൊരു പാർവതിയുടെ ഗീത ചേച്ചിയുടെ ഒക്കെ ഒരു സിനിമ ആയിരുന്നു, ഘോഷയാത്ര എന്ന് പറഞ്ഞിട്ട്. ഒരു 10 വയസ്സൊക്കെ പ്രായമുള്ളപ്പോഴാണ് അത് ചെയ്തത്. ഞാൻ അന്ന് ഭയങ്കരമായിട്ടൊരു ആഗ്രഹം തോന്നിയായിരുന്നു. പക്ഷേ അതന്ന് കഴിഞ്ഞ് വന്ന് അവിടെ നിന്ന് ഞങ്ങൾ സ്കൂളുകളിൽ നിന്ന് കൊണ്ടുപോയിട്ട് അങ്ങനെ ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ തൊട്ടിട്ട് മനസ്സിന് ഭയങ്കര ആഗ്രഹമുണ്ട്, പക്ഷേ ഇതിനകത്തോട്ട് കയറാനോ അതൊന്നും അറിയില്ല. പിന്നെ അന്നത്തെ കാലഘട്ടത്തിൽ വീട്ടുകാരൊന്നും അത്ര അങ്ങോട്ട് കൊണ്ടുപോയി ചെയ്യിക്കാനൊന്നുള്ള ഒരു ഇത് വാപ്പയും ഉമ്മയൊന്നും ചെയ്തിരുന്നില്ല, അവർക്ക് അറിയില്ല. പിന്നെ സ്കൂൾ ജീവിതം അങ്ങനെ അങ്ങ് പോയി, മാരേജ് കഴിഞ്ഞു, അങ്ങനെ പഠനവും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങ് പോയി, അത് വിട്ടു. എന്നാലും സ്കൂളിൽ പഠിക്കുമ്പോൾ സിനിമ, മോഹൻലാലിനൊക്കെ സിനിമ അവിടെ ഷൂട്ട് വരുമ്പോൾ സ്കൂളിൽ നിന്ന് മെല്ലെ വന്ന് കൂട്ടുകാരായിട്ട് വന്ന് ആ ചാട്ടമല്ല, ഞാൻ പതുക്കെ വന്ന് കൂട്ടുകാരിയുടെ വീടിൻ്റെ അടുത്തൊക്കെ ഷൂട്ട് എടുക്കുമ്പോൾ അവിടുത്തെ അമ്മ വന്ന് കൊണ്ടുപോകും. അഗ്നിദേവ് സിനിമ ഒക്കെ ഷൂട്ട് തുറക്കുമ്പോൾ പോയി കാണുമായിരുന്നു. ചാവക്കാടായിരുന്നു. അത് കഴിഞ്ഞ് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഉറക്കത്തെ സ്വപ്നത്തിൽ പോലും കാണും അഭിനയിക്കുന്നത്. മനസ്സിൽ ആഗ്രഹം എടുക്കുകയാണല്ലോ. എനിക്കറിയാവുന്ന ഒരു സൈനു ചാവക്കാടനുണ്ട്, ആ പേര് പറഞ്ഞു പോകും എല്ലാ എപ്പിസോഡും. ഇന്നിപ്പോൾ നമ്മുടെ ക്യാമറ ചെയ്യുന്ന ദിലീപ് ഏട്ടനോട് ചോദിച്ച കാര്യമുണ്ട്. സച്ചിൻ ഭായി, ഞാനൊരു കാര്യം ചോദിക്കുന്നുണ്ട്, നിങ്ങൾ വേറൊന്നും വിചാരിക്കരുത്. ശരിക്കും ഈ ചാനലിൻ്റെ ഓണർ സൈനു ചാവക്കാടനാണോ എന്ന് ചോദിച്ചു. ആണോന്ന് ചോദിച്ചാൽ ഞാൻ പിന്നെ നമുക്ക് അതിൻ്റെ അകത്ത് ഇല്ല എന്ന് പറയേണ്ട ആവശ്യമില്ല, മൂപ്പരാണെന്ന് വെച്ചാൽ മൂപ്പരായിക്കോട്ടെ. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ പുള്ളിയുടെ പേരാണ് എപ്പോഴും എല്ലാ എപ്പിസോഡിലും ഇങ്ങനെ പരാമർശിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി പുള്ളിയുടെ കെയർ ഓഫിൽ ഒരാൾ പോലും വന്നില്ലെങ്കിൽ പോലും പുറത്തുനിന്നുള്ള ഒരാളാണെങ്കിൽ പോലും അയാൾ സൈനു ചാവക്കാടൻ അറിയാണ്ട് വന്നു പോകും. ഓക്കെ, അപ്പോൾ അങ്ങനെ സിനിമ എന്ന് പറയുന്നത് കലശമായിട്ട് നമ്മുടെ ഉള്ളിൽ കിടന്ന് കളിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു കാലഘട്ടത്തിൽ
അടുത്തത് ആദ്യമായിട്ട് എപ്പോഴാണ് ക്യാമറയ്ക്ക് മുന്നിലേക്ക് ആദ്യമായിട്ട് RJ ബാലാജി സാറിൻ്റെ ഒരു മൂവി, തമിഴ് മൂവി, അതിലൊക്കെയാണ് ആദ്യമായിട്ട് എന്നെ വിളിക്കുന്നത്. അതിനകത്തൊരു മാമി വേഷം ചെയ്യാണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കുന്നത്. എവിടെ വെച്ചിട്ടായിരുന്നു എൻ്റെ ഷൂട്ട്? അത് പൊള്ളാച്ചിയിലായിരുന്നു ഷൂട്ടല്ലേ? അതെ, പൊള്ളാച്ചിയിലായിരുന്നു ഷൂട്ട്. എന്തായിരുന്നു അവിടുത്തെ, എങ്ങനെ ഉണ്ടായിരുന്നു അവിടുത്തെ അനുഭവങ്ങളും? അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുഭവം അത് ഫസ്റ്റ് ആയിരുന്നു എൻ്റെ ഇത്. അവിടെ ചെന്ന് നോക്കിക്കുമ്പോഴത്തേനും ഒത്തിരി ആർട്ടിസ്റ്റുകൾ, ഒരു പാട്ട് സീനാണ് അധികം ഉണ്ടായിരുന്നത്. അപ്പം ഞാൻ ഫസ്റ്റ് ഒട്ടും അറിയാതെയാണ് അങ്ങോട്ട് ചെല്ലണമെന്നും ആരെയും അറിയില്ല. അവരെല്ലാവരും പറയുന്നത് നമ്മൾ അനുസരിക്കുക എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഓടിച്ചിട്ടിട്ടുള്ള വർക്കായിരുന്നു. കാലിലൊക്കെ നീര് വെക്കുന്ന വിധത്തിൽ വെച്ചിട്ട് അങ്ങനെ ഒരു വർക്കായിരുന്നു. പക്ഷെ എന്താ വെച്ചാൽ ഞാൻ അതിനകത്ത് ഹാപ്പി ആയ ഒരു കാരണം, അതിനകത്ത് സീമ ചേച്ചി, ഉറുഷി ചേച്ചി, സത്യരാജേട്ടൻ, അങ്ങനെയുള്ള ഒത്തിരി നല്ല ആർട്ടിസ്റ്റുകളായിട്ടുള്ള നല്ല കോമ്പിനേഷൻ. മലയാള സിനിമ ആയിരുന്നു അല്ല, തമിഴ് പടമാണ് അത്. അതെ അതെ, വീട്ടിക്ക് വിശേഷം പറഞ്ഞിട്ടുള്ള ഒരു മൂവിയായിരുന്നു. അതിനകത്ത് നല്ലൊരു വേഷമാണ് ബാലാജി സാർ എനിക്ക് തന്നത്. നല്ലൊരു ഡയലോഗുള്ള വേഷം ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായി സിനിമ ചെയ്യാനുള്ള. അവിടെ നിന്നാണ് വെച്ച് പരിചയപ്പെട്ടതാണ്. ഒരു ചേട്ടനെ പരിചയപ്പെട്ടു, അവിടെ ഒരു ആർട്ടിസ്റ്റായിട്ട് വന്ന ചേട്ടനെ പരിചയപ്പെട്ടു. പുള്ളി എൻ്റെ പേര് ചോദിച്ചു, എൻ്റെ സ്ഥലമൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ ചാവക്കാടാണ് വീടെന്ന് പറഞ്ഞു. അപ്പോഴാണ് അവർ ചോദിക്കുന്നത്, സൈനു ചാവക്കാടിനെ അറിയില്ലേന്ന്. അത് അവിടെ വെച്ചിട്ടാണ് ഞാൻ പേര് കേട്ടപ്പോൾ അപ്പം എനിക്ക് കത്തിയില്ല സൈനു ചാവക്കാടിന് ആരാന്നുള്ളത്. എൻ്റെ നാട്ടുകാരൊന്നും കൂട്ടം കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു, നമ്പർ ഉണ്ടോ ചേട്ടാന്ന് വെച്ചു. നമ്പർ തന്നു. ആ നമ്പറിൽ ഞാൻ വിളിച്ചു, സാറിനെ വിളിച്ചു. അപ്പോൾ സാറ് പറഞ്ഞു ഫോട്ടോ ഇടാൻ പറഞ്ഞു. ഫോട്ടോ ഒക്കെ ഇട്ട് കൊടുത്തു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേർക്കും മനസ്സിലാവുന്നില്ല. അപ്പോൾ സാറ് പറഞ്ഞു, അടുത്ത ദിവസം ഞാൻ ചാവക്കാട് വരുന്നുണ്ട്, എൻ്റെ ടീമായിട്ടുള്ള വർക്കിൻ്റെ ഭാഗമായിട്ടുള്ള ഇതിന് വരുന്നുണ്ട്, അപ്പോൾ ഒന്ന് അങ്ങോട്ട് വായോ, വരാൻ പറ്റുമോ ചോദിച്ചു. ആ വരാമല്ലോ എന്ന് പറഞ്ഞു. സ്ഥലം പറഞ്ഞു തന്നു, ലൊക്കേഷൻ ഇട്ടു. ഞാൻ അങ്ങോട്ട് ചെന്നു, ഹസ്ബൻഡിനെ കൂട്ടി ചെന്നു. അവിടെ ചെന്നതിന് ശേഷം മൂപ്പരുള്ള പറഞ്ഞു, എൻ്റെ സിനിമ ഷൂട്ടൊക്കെ കഴിഞ്ഞു, ഇനിയൊരു ടൈറ്റിങ് സോങ് ഉണ്ട്, അതൊന്ന് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഡേറ്റ് പറഞ്ഞു, അന്ന് പോയി ഞങ്ങളത് ചെയ്തു. എങ്കിലും സാർ പറഞ്ഞു, നല്ലൊരു ഇത് വരുമ്പോൾ നല്ലത് ചെയ്യാൻ ഞാൻ വിളിക്കാം, പറയും, ഇപ്പോൾ വന്ന് ചെയ്യണം എന്നൊക്കെ പറഞ്ഞതാക്കി. അങ്ങനെ പരിചയപ്പെട്ടതിനോട് പിന്നെ എല്ലാം ചോദിച്ചറിയാൻ തുടങ്ങി. വീട് എവിടെ, എങ്ങനെയുള്ള കാര്യങ്ങളും. ഞങ്ങൾ വളർന്നു പോയില്ലേ, എങ്കിൽ മനസ്സിലാകണ്ടായില്ല. അങ്ങനെ ചോദിച്ചപ്പോൾ സാറ് പറഞ്ഞു, ചോദിച്ചിങ്ങനെ വന്ന് നോക്കുമ്പോൾ ഞങ്ങൾ അതാ പരിചയം വന്ന് നോക്കുമ്പോൾ ഞങ്ങൾ അത്ര അടുത്തറിയുന്ന വ്യക്തികളായിരുന്നു. ചെറുതിലെ ഞങ്ങൾ നല്ല പരിചയമുള്ള ആൾക്കാർ, മതിലൊക്കെ കളിച്ചത് ഒരേ സ്കൂളുകളിൽ പഠിച്ച ആൾക്കാരായിരുന്നു. ചെറുപ്പത്തിൽ നമ്മൾ അങ്ങനെ ഒരു പരിചയം നിൽക്കുന്നുണ്ടായി. പോയിന്റ് റേഞ്ചിൽ സാർ പൂജയ്ക്ക് വിളിച്ചു വന്നു. അവിടെ നല്ല വേഷമുള്ള ചെയ്യാന്നൊക്കെ വിചാരിച്ചിരിക്കുമായിരുന്നു. അപ്പോഴത്തേന് എനിക്ക് വേറൊരു വർക്ക് കിട്ടി, ഞാൻ അതിന് പോയി. സാറ് ആ വർക്കിൽ എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഞാൻ സാറ് ഈ രഘുറ മൂവി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, ഇങ്ങനൊരു വേഷം ഉണ്ടെന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നത്. 5 സിനിമയിൽ മുമ്പ് ചെയ്തു. ചെയ്തു. 5 സിനിമയിൽ ആദ്യത്തെ സിനിമയാണ് പൊള്ളാച്ചി മൂവി. രണ്ടാമത്തെ മൂവി ഏതായിരുന്നു? അതിനകത്ത് CB5 മമ്മൂക്കയുടെ ഒരു സിനിമയിൽ ആശാശരത്തിന് കൂടി ചെറിയൊരു വേഷം ചെയ്യാൻ കിട്ടി. ഒരു CB5 അത് രണ്ടാമത്തത്. അതെ. മൂന്നാമത്തത് ജമാലിൻ്റെ പുഞ്ചിരി, ഇന്ദ്രൻ ചേട്ടൻ്റെ കൂടെ ഒരമ്മ വേഷം ചെയ്തായിരുന്നു. രേണു ചേച്ചിയുടെ കൂടെ. നാലാമത്തത് ലിജിൻ സാറിൻ്റെ ചേരാന്നാണ് മൂവിയുടെ പേര്. പക്ഷെ അത് റിലീസായിട്ടില്ല. ഈ മാസം അങ്ങനെ റിലീസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നു. അതിനകത്തൊരു കന്യാശ്രീ ആയിട്ടില്ല, എൻ്റെ ചേച്ചിയുടെ കൂടെ നിമിഷ, റോഷൻ, ടിനി ടോം ചേട്ടൻ, അങ്ങനെയുള്ള ആൾക്കാരായിട്ട് കൂടെ ഒക്കെ ചെയ്യാൻ പറ്റി. അതിനകത്ത് ആണല്ലേ, നല്ലൊരു ഇതായിരുന്നു. പിന്നെ ഞാനിങ്ങനെ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ കേട്ടായിരുന്നു. ഹൗസിനെ എവിടെയോ റൂമിൽ അടച്ചിട്ടെന്ന് അങ്ങനെ എന്തോ ഒരു വിഷയം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അറിഞ്ഞായിരുന്നു. അത് എന്തോ വിഷയമാക്കിയെന്നും ഫൗസിക്ക് ഭക്ഷണം പോലും തരാണ്ട് റൂമിൽ അടച്ചു പൂട്ടിയിട്ടെന്നൊക്കെ. ഫൗസി മാത്രമല്ല, വേറെ കുറച്ച് പെണ്ണുങ്ങളെയും കൂടി ഉൾപ്പെടെ അങ്ങനെ എന്തോ ഞാൻ അറിഞ്ഞത്. എന്താണ് ഫൗസിക്ക് അതിനെക്കുറിച്ച്, അത് സത്യം തന്നെ ആയിരുന്നോ? എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? അതങ്ങനെയല്ല, അത് ഞാൻ കുറച്ച് കഥയൊക്കെ കൂട്ടി പറഞ്ഞതാണ്. നമ്മൾ ഈ കഥ എഴുതുന്ന ആൾക്കാരാകുമ്പോഴത്തേക്ക് നമ്മൾ ഇതിലെ കൂട്ടി പറയുന്നത്. അത് ഞാനാ പ്രശ്നം ഉണ്ടാക്കിയത്. കാരണം നമ്മളടുത്ത് ടീച്ചർ വേഷം ചെയ്യാനുണ്ട്, വരാൻ പറ്റുമോ, 5 ദിവസത്തെ വർക്കാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ വിളിക്കുകയാണ്. ആദ്യം പറഞ്ഞ് പാലക്കാടാണ് ഷൂട്ടെന്ന് പറഞ്ഞ്. നമ്മൾ ഷൂട്ടിൻ്റെ സമയമായി, അതിൻ്റെ എല്ലാ കാര്യങ്ങളും പേയ്മെൻറ്റും മറ്റു ഡീറ്റെയിൽസ് എല്ലാം ചോദിച്ചു, ആരുടെ വർക്കാണ് എല്ലാം പറഞ്ഞതിന് ശേഷം നമ്മൾ പോവുക. അവിടെ ചെന്ന് നോക്കിയപ്പോൾ അവർ നമ്മൾ ചെന്നപ്പോൾ ഊട്ടിയിലാണ് വർക്കെന്ന് പറഞ്ഞു. ഊട്ടിയിലോട്ട് ചെല്ലാൻ പറഞ്ഞു. പാലക്കാടല്ല, ഊട്ടിയിലാണ്. ട്രാവൽ എക്സ്പെൻസ് ഇട്ടു. നമ്മൾ അങ്ങോട്ട് ചെന്നു. അവിടെ ചെല്ലുമ്പോൾ നമ്മൾ നന്നായി ഇരുട്ടായിട്ടുണ്ടായിരുന്നു അവിടെ ചെല്ലുമ്പോൾ. അങ്ങനെ ചെന്നു. നമ്മളെ വിളിച്ച കൺട്രോളർ അടുത്ത് നിങ്ങൾ പറഞ്ഞു,
ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ട്, നമുക്ക് ഒരു താമസിക്കാൻ നമ്മളെ വന്ന് കൊണ്ടുപോകണ്ടേ. അത് ചോദിച്ചപ്പോൾ അവിടെ ചെന്നപ്പോഴാണ് അറിയണത് 3 പേര് എനിക്ക് പരിചയമുള്ള പിള്ളേർ വേറെ ഉണ്ട് അവിടെ, ഒരുമിച്ച് ഞങ്ങൾ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചായിട്ട് ഞങ്ങൾ എല്ലാം ഒരേ സമയം ഇറങ്ങി അവിടെ ചെന്ന് നോക്കിയ സമയത്ത് അവരൊരു ഡോർമെട്രിയാണ് നമുക്ക് ഓപ്പണായി തന്നെ. ആ ഡോർമെട്രി കണ്ടപ്പോഴേ നമുക്ക് ഡൗട്ട് അടിച്ച്. കാരണം ഒരു ആർട്ടിസ്റ്റായിട്ട് നമ്മളിതുവരെ പോയിട്ട് ഇന്ന് വരെ ഡോർമെട്രി അങ്ങനെ ഇട്ട് തന്നിട്ടില്ല. നമുക്ക് അങ്ങനെയൊന്നുമല്ല, റൂമിൽ നമുക്ക് അതിനുള്ള എല്ലാ വക ഇതോടെ നമ്മൾ വർക്കിന് പോവാം. അവിടെ ചെന്ന് നോക്കിയപ്പോൾ ഒരുപാട് ഒന്നും അങ്ങോട്ട് അത്ര നല്ല ഒരു സിറ്റുവേഷൻ അല്ല അവിടെ ചെന്നപ്പോൾ. അപ്പോൾ നമുക്ക് അങ്ങോട്ട് കയറാനൊക്കെ ഒരു മടിയായിരുന്നു. വെയിറ്റ് ചെയ്തു, അവർ വിളിച്ചു, ഞങ്ങൾക്ക് ഈ വേഷം വേണ്ട, ഞങ്ങൾ തിരിച്ചു പോന്നപ്പോൾ അവർ പറഞ്ഞു നിൽക്കൂ, നിങ്ങൾ അത് കണ്ട് ഞെട്ടേണ്ട, ഈ സമയമായതുകൊണ്ടാണ്, റൂം അറേഞ്ച്ഡ് ആയിട്ടില്ല, രാവിലെ തരാമെന്ന് പറഞ്ഞു. ഓക്കെ, ഞങ്ങൾ അവിടെ കയറി ഇരുന്ന് അവിടെ ഉറങ്ങാതെ ഇരുന്ന് നോക്കിയപ്പോഴത്തേനും ഓരോരുത്തരും അത്ര ശരിയല്ലാത്ത രീതിയിൽ പുറത്തേക്ക് ഇങ്ങനെ എണീറ്റ് വരാൻ തുടങ്ങിയപ്പോൾ കുറേ കൊച്ചു പിള്ളേരൊക്കെ ഉണ്ട് അതിനകത്ത്, ലേഡീസ്, ഒരു 18-25 ഉള്ളിലുള്ള പിള്ളേർ. അപ്പോൾ അവർ ജെൻസും ലേഡീസായിട്ട് കാണുന്നത്. അപ്പോൾ നമുക്കത് കണ്ടപ്പോൾ ഒരു സിനിമ സെറ്റ് തന്നെയാണോ എന്നൊരു ഡൗട്ട് അടിച്ചു. അങ്ങനെ വന്നപ്പോൾ ഞങ്ങൾ രാവിലെ അങ്ങ് കാത്തു നിന്നിട്ട് നമ്മൾ വിളിച്ചു വരുത്തിയവരെ വിളിച്ചു, ഇവിടെ വരാൻ പറഞ്ഞു. അല്ലെ ഞങ്ങളിത് കംപ്ലൈൻ്റ് ആക്കും, ഞങ്ങൾക്ക് എന്ത് വേഷമാണോ തരാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്, ശരിക്കും ഇത് സിനിമ സെറ്റ് തന്നെയാണോ? അവർ പറഞ്ഞു സത്യരാജൻ്റെ മകനെ അഭിനയിക്കുന്ന സിനിമയാണ്, അമിതാഭ് ബച്ചൻ്റെ മകനെ അഭിനയിക്കുന്ന സിനിമയാണ്, പ്രൊഡക്ഷൻ എവിടെ, മറ്റുള്ള ഡീറ്റെയിൽസ് താ എന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ ബബളിച്ചു. ഞാൻ പറഞ്ഞു പറ്റില്ല, ഞങ്ങളിത് കംപ്ലൈൻ്റ് ആക്കുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ആലത്തൂർ നൗഷാദക്ക പോലുള്ള പിന്നെ മനോജ് പയ്യോളി എന്ന് പറഞ്ഞ സാറിനൊക്കെ ഞങ്ങളിത് ഫേസ്ബുക്കിൽ ഞങ്ങൾ വീഡിയോ എടുത്ത് അവർക്ക് ഇട്ടുകൊടുത്തു. അവരത് ഫേസ്ബുക്കിലിട്ടു. കുറച്ച് ആൾക്കാരങ്ങനെ ഇത് ചെയ്യുന്ന കാര്യം പറഞ്ഞാൽ അവരാണ് വീഡിയോ ഇട്ടത്, ഞങ്ങളുടെ സമ്മതം വാങ്ങിയാണ് ഇട്ടത്. അങ്ങനെ ഇട്ടപ്പോൾ ഞങ്ങളോട് വന്ന് തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലയിൻറ്റ് ചെയ്യാൻ പറഞ്ഞു. ഞാൻ മുൻകൈ എടുത്ത് പോയി കംപ്ലയിൻ്റ് ആക്കി. ഞങ്ങളവിടെ വന്ന ദിവസത്തെയും പിറ്റത്തെ ദിവസം നമ്മളെ വിടാതെ അവർ ബുദ്ധിമുട്ടിച്ചു. ഞങ്ങൾ ട്രാവൽ എക്സ്പെൻസ് ഒന്ന് തിരിച്ചു പോകാമെന്ന് പറഞ്ഞപ്പോൾ സമ്മതിക്കണില്ല, വർക്കുണ്ടെന്ന് തന്നെ അവർ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ദിവസം കൂടി അവിടെ നിൽക്കേണ്ടി വന്നു ഞങ്ങൾക്ക്. ആ ഒരു ദിവസം കൊണ്ട് അപ്പം ഞങ്ങളത് അവരുടെ അടുത്ത് ഒരു ദിവസം കൂടി വെയിറ്റ് ചെയ്തു. ഒരു ദിവസം കൂടി ഞങ്ങൾക്ക് തന്നു. കാരണം ഞങ്ങൾ അത്ര വലിയ ആർട്ടിസ്റ്റുകളൊന്നുമല്ല. ഞങ്ങളെ വിളിച്ചു വരുത്തുന്നതിന് മുമ്പ് ബാക്കി ആർട്ടിസ്റ്റുകളൊക്കെ ഇവിടെ നിങ്ങളത് ചെയ്യാതെ ഞങ്ങളിവിടെ എന്തിനു വിളിച്ചു വരുത്തിയോ, അതിൻ്റെ റീസൺ ഞങ്ങൾക്ക് അറിയണം. അതല്ല ഞങ്ങൾ ട്രാവൽ എക്സ്പെൻസ് ഒന്ന് ഇന്നത്തെ പേയ്മെൻറ്റ് നിങ്ങൾ തിരിച്ചു വിടുക, അതിനുള്ള സൗകര്യം ചെയ്തു തരണം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ വിളിച്ചു വരുത്തിയവരെല്ലാവരും കൈയൊഴിയുക. അങ്ങനെ വന്നപ്പോൾ ഞങ്ങൾ പോലീസിൽ പരാതി വിട്ടു. സാറേ ഞങ്ങളിങ്ങനെ സിനിമയുടെ പേരും പറഞ്ഞ് കൊണ്ടുവന്നു, സിനിമയുടെ പേര് അവർക്ക് അറിയില്ല, പ്രൊഡക്ഷൻ അറിയില്ല, ഒന്നും അറിയില്ല. അവർ ഒന്നും അറിയില്ല, അവർ പറയുന്നില്ല കൊണ്ടിട്ട്. അപ്പം ഞങ്ങൾക്ക് തോന്നിയത് എന്തോ ഒരു ട്രാപ്പാണ് ഉദ്ദേശിക്കണമെന്ന് തോന്നി. അങ്ങനെയാണ് അത് ഇഷ്യൂ ആയത്. പക്ഷേ ഞങ്ങൾ പോലീസിൽ പറഞ്ഞ പ്രകാരം ഞങ്ങളുടെ പേയ്മെൻറ്റ് ശരാശരി ഞങ്ങൾക്കുള്ള പേയ്മെൻറ്റ് കൂടുതലല്ല ഞങ്ങൾ വാങ്ങിച്ചുകൊണ്ട് അവിടെ നിന്ന് പോന്നു. കാരണം അവർ ഭക്ഷണം കഴിക്കാനൊക്കെ നമുക്ക് സാധാരണ ലൊക്കേഷൻ ഫുഡ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഇവിടെ ചെന്ന് നോക്കുമ്പോൾ നമ്മളടുത്ത് ഹോട്ടലിൽ പോയി ഫുഡ് കഴിക്കാൻ എല്ലാവരും ഫോണിലോട്ടും GP ഇട്ട് ഒരു 100 രൂപ 150 രൂപ. അവിടെ ഒരു ഭക്ഷണത്തിന് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുടിവെള്ളം പോലും ഇല്ലാത്തൊരവസ്ഥയായിരുന്നു അവിടെ. മനസ്സിലായി. അപ്പോൾ അത് നമ്മൾ കയ്യിൽ ക്യാഷ് കൊടുത്ത് വെള്ളം വാങ്ങിക്കണം അങ്ങനെയൊക്കെയായിരുന്നു. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അവർ ചെയ്തത്. ഞങ്ങൾ ഫൈറ്റ് ചെയ്തു വെച്ചാൽ ഞാനത് തുറന്ന് പുറത്ത് കൊണ്ടുവന്നതുകൊണ്ട് ബാക്കി പിള്ളേർക്കും കൂടി രക്ഷപ്പെട്ടു. ഞാൻ ചോദിക്കുന്ന ആ സിനിമ ഇറങ്ങിയോ? ഷൂട്ട് നടന്നിട്ടില്ല, സിനിമ നടന്നിട്ടില്ല. അവർ ഫുള്ള് ഡയറക്ടർ എന്ന് പറഞ്ഞ ഒരാൾ വേണ്ടേ? ഇല്ല, അതിനകത്ത് ഉണ്ടായില്ല. അവര് പുറത്ത് കണ്ടതേ ഇല്ല. സിനിമയുടെ പേരിൽ അതാണ് എനിക്ക് കണ്ട. അല്ല ഞാൻ ചോദിക്കുന്ന ഫസി, അപ്പൊ അത് എന്തർത്ഥത്തിലാണ് അതൊരു സിനിമ എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ വിളിച്ചു വരുത്തിയത്? അതെ, ആ ചോദ്യമായിട്ടാണ് ഞാൻ സ്റ്റേഷനിൽ എൻ്റെ ഒപ്പം ഉണ്ടാകുന്ന വേറെ 6-7 പേരുണ്ടായിരുന്നു. അവരും കൂടെ കൂട്ടിയാണ് ഞങ്ങളത് പോയതും. അതിനുവേണ്ടി വിളിച്ചു വരുത്തിയ ആൾക്കാരെയാണ് ഞങ്ങൾ പൂട്ടിയിട്ടത്. ഞങ്ങളാണ് പൂട്ടിയിട്ടത്. പോലീസ് വന്നിട്ട് എന്ത് ചെയ്തു? പോലീസ് വന്ന് അവരെ വിളിപ്പിച്ചു. അവരെ നല്ല പോലെ ഫയർ ചെയ്ത സിനിമയുടെ ഡീറ്റെയിൽസ് കൊടുക്കാനൊക്കെ പറഞ്ഞു. ഇവരെ സിനിമയ്ക്ക് വേണ്ടി വിളിച്ചു വരുത്തിയ തമിഴ്നാട് പോലീസല്ലേ വിളിച്ചു വരുത്തിയ പേയ്മെൻറ്റ് ചെയ്യണം, ചെയ്തിട്ട് ഇവിടെ നിന്ന് പോകാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അവർ പറഞ്ഞ സമയത്തിനുള്ളിൽ ഞങ്ങൾ പേയ്മെൻറ്റ് ചെയ്ത് പോകാനുള്ളതൊക്കെ ചെയ്തു. അതെ, അങ്ങനെ കുറച്ച് ഇഷ്യൂ ഉണ്ടായിരുന്നു. ശരിക്കും മലയാള സിനിമ എന്നല്ല, ഒരു വശം നോക്കുമ്പോൾ എന്തോരം ആളുകൾ ഇങ്ങനെ ചീറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. എന്തോരം ആളുകൾ, കാരണം നമുക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഈ ഒരു വിഷയം പറഞ്ഞുകൊണ്ട് എത്രയോ കുട്ടികൾ, പെൺകുട്ടികൾ അവരുടെ ലൈഫ് തന്നെ ഇല്ലാണ്ടാകുന്നുണ്ട്. എല്ലാ വിഭാഗത്തിലും ഉണ്ട് മിസ്യൂസിങ് എന്ന് പറയുന്നത്. അതെ, തീർച്ചയായും ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിച്ച് വേണം നമ്മൾ ഓരോ ഇതും ചെയ്യാൻ. അപ്പോൾ ഈ ഒരു അനുഭവം നല്ലൊരു അനുഭവമായിരുന്നു. ഇനി അത് കൂടാണ്ട് വേറെന്തോ ഒരു പ്രശ്നം
പറഞ്ഞായിരുന്നു? പ്രശ്നമല്ല, ഇത് ഞങ്ങൾ അവിടെ വരുത്തിച്ചതാണ്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ അന്വേഷിച്ച് നോക്കിയപ്പോൾ ഞങ്ങളെ ഇവർ അങ്ങോട്ട് വരുത്തിച്ചത്, ഞങ്ങൾ ബാലസാറിൻ്റെ ഒരു മൂവിക്ക് വേണ്ടി കന്യാകുമാരി പോയിരുന്നു. കന്യാകുമാരിയിൽ ആ മൂവിക്ക് പോയിട്ട് നോക്കുമ്പോൾ അവിടെ ആർട്ടിസ്റ്റുകളെ ഇട്ടിട്ട് ശരിക്കും ഭയങ്കര പാടുപിടിക്കുന്ന പണിയാണ്. അത് 3-4 ദിവസത്തെ വർക്ക്, നല്ല വേഷം എന്നൊക്കെ പറഞ്ഞ് നമ്മളെ വിളിച്ചുകൊണ്ട് പോകുമ്പോൾ നമുക്ക് പറഞ്ഞ വേഷമല്ല അവർ തരുന്നത്. അങ്ങനെ വന്നപ്പോൾ ഞാനത് അഭിനയിക്കാൻ തയ്യാറായില്ല. കാരണം നമ്മൾ ഒരു ക്രൗഡോ കാര്യങ്ങൾക്കല്ല അവിടെ പോയത് എന്നുള്ളത് അവർക്കറിയാം. നമ്മൾ ടീച്ചറെ വേഷം ചെയ്യാന്നിട്ട് വിളിച്ച ഇതേ ടീം തന്നെയാണ് അങ്ങോട്ട് വിളിച്ചത്. അപ്പോൾ അവിടെ നമ്മൾ അവരെടുത്ത് അതിനെ കൊണ്ടുപോയ ഒരു 9 പിള്ളേരെ അവിടെ നിന്ന് രക്ഷിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. അതേപോലെ ഒറ്റ ദിവസം ഷൂട്ടായിട്ട് അവരെ നടത്തിച്ചിട്ട് പൊക്കോളാൻ പറയാം, പൈസ കൊടുക്കാതെ. അപ്പം അത് ഞാൻ ചോദ്യം ചെയ്തു. ഇത് കൊണ്ടുപോകുന്ന പ്രൊഡക്ഷൻ കൺട്രോളർമാരാണോ? അവരെ ഏൽപ്പിക്കുന്ന കോർഡിനേറ്റർമാരാണ് അത് ചെയ്യുന്നത്. ആ കോർഡിനേറ്റർമാര് എത്ര പിള്ളേരെ കൊടുക്കാന്ന് പറഞ്ഞിട്ട് നേരത്തെ ക്യാഷ് കോർഡിനേറ്റേഴ്സ് അവർ ക്യാഷ് ആദ്യം കൈപ്പറ്റും. അത് പിന്നീട് അവരെ വർക്ക് കഴിഞ്ഞാൽ കൊടുക്കാൻ ക്യാഷ് ഉണ്ടാവും. അത് ഇത്തിക്കണ്ണികൾ എന്ന് പറയാം നമുക്ക്. കാരണം ഇന്നും സിനിമയിൽ ഇതുകൊണ്ട് ജീവിക്കുന്ന കുറെ ആൾക്കാരെ എനിക്കറിയാം. പാവങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ 1000-1500 രൂപ മേടിക്കും, 600 രൂപ കൊടുക്കും. ബാക്കി ആരെങ്കിലും പ്രതികരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ അവരെ ഇഷ്ടം എല്ലാവർക്കും പിന്നെ എല്ലാം കഴിഞ്ഞല്ലോ. അതെ, അങ്ങനെ ആ കൊച്ചുകൾക്ക് വേണ്ടിയിട്ട് ഞാൻ സംസാരിച്ചതിന്റെ ഭാഗമായിട്ടാണ് എന്നെ ടീച്ചറെ വേഷം ഉണ്ടെന്ന് പറഞ്ഞിട്ട് യൂട്ടിലോട്ട് ഇതേ ടീം തന്നെയാണ് അങ്ങോട്ട് കൊണ്ടുപോയത്. ഞാൻ അത് അന്വേഷിച്ചറിഞ്ഞത് ശരിക്കും സിനിമ ഇവരെന്തിനു വേണ്ടിയിട്ട് നമ്മളോട് അങ്ങനെ ചെയ്യുന്നില്ല ആ ഒരു ഇതിന്. പക്ഷെ നോക്കിയപ്പോൾ അവിടെ അവരെ 9 പേരെ നമ്മൾ രക്ഷിച്ചല്ലോ. അവരുടെ നമ്മൾ മര്യാദ പൈസ കൊടുത്തേ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് പൈസ വാങ്ങിച്ചു കൊടുത്തു, ട്രാവൽ എക്സ്പെൻസ് വാങ്ങിച്ചു കൊടുത്താണ്. അപ്പോൾ അവരെൻ്റെ അടുത്ത് ഇത്തേണ്ട കാരണമാണ് ഞങ്ങൾക്ക് ഈ പേയ്മെൻറ്റ് കിട്ടില്ല, ഞങ്ങളിത് വിളിച്ചോളൂ. ഇതേപോലെ ഈ പറഞ്ഞ പ്രശ്നത്തിലുണ്ടായത് അവരുടെ ടീമാണ് ഇവിടെ നമ്മളെ വെറുതെ വിളിച്ചു വരുത്തിയത്. അന്ന് പോലീസ് കേസുമായി അതൊക്കെ ആയി. ഞാൻ ചോദിക്കുന്ന അത് കഴിഞ്ഞിട്ട് വേറെന്തോ ഒരു വിഷയം എന്തോ ഉണ്ടായി? വേറെ വിഷയങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. വിഷയം ഉണ്ടാക്ക്. ഞാനൊരു വിഷയക്കാരി മാറും. ഇത് നല്ലതിന് വേണ്ടിയിട്ടുള്ള. കാരണം എന്നെ സംബന്ധിച്ചിട്ട് അനീതി കണ്ടു കഴിഞ്ഞാൽ എനിക്കത് കണ്ടു നിൽക്കാൻ പറ്റില്ല. അത് കണ്ടു കഴിഞ്ഞാൽ അപ്പം പ്രതികരിക്കും. ആ നീതിയോ? ആ നീതിയില്ല, അനീതി. അതെ. അപ്പോൾ വേറെ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല. ഞാൻ വിചാരിച്ചെങ്കിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ. ബാലസാറിന്റെ ഞാൻ പറഞ്ഞില്ല, മാനേജറിന്റെ കാലം ഒന്ന് പിടിച്ചിട്ട് പറഞ്ഞു, മാഡം ഞങ്ങൾ എത്ര പേയ്മെന്റ് ഞങ്ങൾക്ക് കൊടുത്തോളാം, ഇതുകൊണ്ട് ഞങ്ങൾക്ക് ഞാൻ ചാനലിലൊക്കെ വിളിച്ചായിരുന്നു. ആ മാനേജർ എന്തായാലും വന്ന് എൻ്റെ അടുത്ത് അങ്ങനെ പറഞ്ഞിട്ട് അവര് പറഞ്ഞു എൻ്റെ അടുത്ത് കാല് പിടിച്ചത് കൊടുത്തില്ല. അതെ, അവർക്ക് അത്ര ദേഷ്യത്തിൽ നിൽക്കുമല്ലോ, അവർ തീർച്ചയായിട്ടും വാരുമായിരുന്നു. അതിനുള്ള സാഹചര്യം കൊടുത്തില്ല. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, എങ്ങനെ ഒരു ടീം നിങ്ങളെ വിളിച്ച് കൊണ്ടുപോയി റൂമില്ല, ഭക്ഷണമില്ല, മര്യാദക്ക് പൈസ ഇല്ലാണ്ട് 1-2 ദിവസം നിങ്ങൾ ബുദ്ധിമുട്ടി, അപ്പോൾ ഈ മാനേജർ എവിടെ ഇരുന്നു? അയ്യോ, അത് ആ മാനേജർ അവിടെ ഇല്ല. ഞാൻ പറഞ്ഞ കന്യാകുമാരിയിലെ ഒരു വർക്കിന് പോയപ്പോൾ ഇതേ ടീമിന്റെ ഷൂട്ട് തന്നെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. നിങ്ങളെ ഈ അന്ന് അവിടെ അവരാണ് അവിടെ ഇരുന്ന് ആദ്യത്തെ തുടക്കം കിടക്കുന്നത് അവിടെയാണ്. അതിൽ ഞാൻ ഇടപെട്ടതുകൊണ്ടാണ് അവര് ഇതിലകത്തുള്ള വേഷം പറഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് വരുത്തിച്ചിട്ടുള്ളത്. ഓ, അപ്പൊ അവിടുത്തെ വിഷയമാണ് അവരിങ്ങോട്ട് നമ്മൾ പ്രതികാരം തീർക്കാൻ വേണ്ടിയിട്ടാണ്. അത് ആ ടീമിന്റെ വായന്നത് വന്നു. അപ്പോഴാണ് ഞങ്ങൾ പൂട്ടിയിടേണ്ടി വന്നത്. വിളിച്ചു വരുന്ന ഒരു ലേഡിയാണ്. അപ്പൊ ആ ലേഡിക്ക് ഇവര് ക്യാഷ് കൊടുത്തോണ്ടാണ് ലേഡീനെ കൊണ്ട് അത് വിളിപ്പിച്ചിട്ട് ചെയ്യിപ്പിച്ചത്. അപ്പൊ ആ ലേഡീനെ ഞങ്ങൾ പൂട്ടിയിട്ടു. ഞങ്ങൾ അവരെ പോലത്തെ ലേഡിയല്ലേ, അപ്പൊ ഞങ്ങളുടെ അടുത്ത് അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ. അതുകൊണ്ടാണ് അവരെ ഞങ്ങൾ പൂട്ടിയത്. നിങ്ങളാണ് പൂട്ടിയിട്ടത്? നിങ്ങളെയല്ല പൂട്ടി. അല്ല, നിങ്ങൾ അവരെ പൂട്ടി. അപ്പൊ നിങ്ങൾ അതിക്രമമാണ് കാണിച്ചത്. അതിക്രമല്ല, ഞങ്ങൾ അവിടെ വിളിച്ചു ചെയ്യാൻ പാടില്ലല്ലോ. ഞാൻ വിചാരിച്ചത് ഇവരെ പൂട്ടിയിട്ടു എന്നുള്ളതാണ്. പക്ഷെ ഇവരാണ് പൂട്ടിട്ടേക്കുന്നത്. അത് ഇവര് കാണിച്ച അതിക്രമമാണ്. ശരിക്കും പറഞ്ഞ പോലീസുകാർ നിങ്ങൾക്ക് കൂട്ടുനിന്നു ഞാൻ പറയുള്ളൂ. ഒരിക്കലും തമിഴ്നാട് പോലീസ് അപ്പൊ അത് മനസ്സിലാക്കിയതുകൊണ്ടും ഒത്തിരി ആൾക്കാരുടെ അവർ ഞങ്ങളത് പ്രതികരിച്ചില്ലായിരുന്നെങ്കിൽ ഒരുപാട് കൊച്ചു പിള്ളേർ പോലും കുടുങ്ങുമായിരുന്നു അവരുടെ ഇതില്. അത് രക്ഷപ്പെട്ടതാണ് അവർ. ശരിക്കും അത്രയും ആൾക്കാർക്ക് നമുക്ക് അത് പേയ്മെന്റ് ഒക്കെ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റും. പിന്നീട് കണ്ടോ? അവസരം ഉണ്ടായി. കാണാണ്ടായി. എവിടുന്ന് കണ്ടു? അത് ഞാൻ ഇതുപോലെ തിരുവനന്തപുരം പോയപ്പോൾ ഞാൻ വേറെ സെറ്റിൽ വെച്ച് കണ്ടു. എൻ്റെ ഒരു വേഷം എനിക്കത് ഇല്ലാതാക്കി. സന്തോഷം. അത് ഞാൻ പറയണില്ല, ആളുടെ പേരൊന്നും പറയണില്ല. വേണമെങ്കിൽ പറഞ്ഞോളൂ. കാരണം ഞാൻ നിർബന്ധിക്കണില്ല. ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ഞാൻ നിർബന്ധിക്കുന്നില്ല. പക്ഷെ ഞാൻ ഈ പറഞ്ഞോളാൻ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ
പണ്ടത്തെ പോലെ നമ്മളൊരു TV ചാനലിൻ്റെ ഇതിലിരുന്നിട്ടോ ഒന്നുമില്ല. ഇത് നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. ഞാനിത് എനിക്ക് പറഞ്ഞോളൂ എന്ന് പറഞ്ഞതിൻ്റെ കാരണം, ഇന്ന് നിങ്ങൾക്ക് സംഭവിച്ചു, നാളെ അത് മറ്റൊരാൾക്ക് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവരെയൊക്കെ പേര് പറയണമെന്ന് പറയുന്നത്. എന്താ കാര്യം? അതുകൊണ്ട് നമ്മളോട് ഇഷ്ടക്കേട് വരാന്നല്ലാതെ നടക്കുന്നത് നടന്നുകൊണ്ടേയിരിക്കും. നമ്മുടെ കണ്ണിൽ പെട്ടാൽ നമ്മൾ അതിന് പ്രതികരിക്കും. കാരണം ഇഷ്ടപ്പെടുന്ന കല്യാണം കഴിക്കാൻ പോകണമെന്നല്ല, പിന്നെ പ്രേമിക്കാനും പോണല്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ അതിൻ്റെ അകത്ത് മൈൻഡ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം നിങ്ങൾക്ക്. നിങ്ങളുടെ ബ്ലഡിൽ അല്ലെങ്കിൽ നിങ്ങളുടെ തലയിൽ എഴുതിയിട്ടുണ്ട് നിങ്ങൾ മലയാള സിനിമയിൽ ഒരു ആർട്ടിസ്റ്റായി അറിയപ്പെടുമെന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ അതിനു വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും ആരൊക്കെ പാര വെച്ചാലും നിങ്ങൾ അറിയപ്പെടേണ്ട സമയത്ത് അറിയപ്പെടും. മനസ്സിലാവും? അതിനിപ്പോൾ ആരൊക്കെ എന്തൊക്കെ പാര വെച്ചാലും കാര്യമൊന്നുമില്ല. നമുക്കൊരു സമയമാണ്, അത് ചില നിമിത്തങ്ങളാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ പറഞ്ഞു, ഞാൻ അദ്ദേഹത്തെ ഫോണിൽ സംസാരിച്ചു, ചാവക്കാടാണ് സ്ഥലം എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ നാട്ടുകാരനാണ് എൻ്റെ എന്നുള്ള ഒരു ചാവക്കാടെന്ന് പറഞ്ഞപ്പോൾ നാട്ടുകാരനാണെന്ന് പറഞ്ഞാൽ ഞാൻ അദ്ദേഹത്തെ വിളിച്ചത്. അത് ശരിക്കും ഒരു നിമിത്തമാണ്. ആര് വഴി വന്നതാണ്? നിങ്ങളുടെ ഒരു ഫ്രണ്ട് വഴി വന്ന നിമിത്തമാണ് അത്. അങ്ങനെ നിങ്ങൾ വിളിച്ച് സംസാരിച്ചപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നില്ല ഇത് എൻ്റെ സഹപാഠിയാണ്, ഞങ്ങൾ ഒരുമിച്ച് മണ്ണപ്പം ചുട്ട് കളിച്ച ടീമാണ് എന്നുള്ളതൊന്നും നിങ്ങൾ അറിയുന്നേ ഇല്ല. നിങ്ങൾ സംസാരിക്കുമ്പോഴും അറിയുന്നില്ല, നേരിട്ട് കണ്ടപ്പോഴും അറിയുന്നില്ല. പക്ഷേ അവിടെയാണ് നമ്മളുടെ ഒരു തിരിച്ചറിവ്, നമ്മുടെ അറിവിനെ തിരിച്ചറിവാക്കി മാറ്റുന്നത്. എന്താണ്? പിന്നീടാണ് മനസ്സിലായത് എൻ്റെ സഹപാഠിയാണ്, ഞങ്ങൾ ഒരുമിച്ച് കളിച്ചു വളർന്നതാണ്. അവിടെ എനിക്ക് കുറച്ചും കൂടി സ്വാതന്ത്ര്യമുണ്ട്, എനിക്ക് കുറച്ചും കൂടി സ്വാതന്ത്ര്യമുണ്ട്. എനിക്ക് ചിലപ്പോൾ ഞാൻ എൻ്റെ ഒരു താല്പര്യം അനുസരിച്ചുള്ള ഒരു കഥാപാത്രത്തിലേക്ക് എനിക്കെത്താൻ ഇവനിലൂടെ സാധിക്കും എന്ന് വരെ ചിലപ്പോൾ മനസ്സിലൂടെ ഒരു മിന്നായം പോലെ തീർച്ചയായിട്ടും. അതാണ് ഞാനീ പറയുന്നത്. നിങ്ങൾ അങ്ങനെ ആവണമെന്ന് നിങ്ങൾ വിചാരിച്ച് നിങ്ങൾ അതിനു വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിൽ ആരൊക്കെ എന്തൊക്കെ പാര വെച്ചാലും നിങ്ങളായിരിക്കും. തീർച്ചയായിട്ടും. എന്നിട്ട് അദ്ദേഹത്തെ കണ്ടു. ഞാൻ വീണ്ടും അയാളിലേക്ക് വരാം. അദ്ദേഹത്തെ കണ്ട് നിങ്ങൾ ഒരുമിച്ച് എത്രാം ക്ലാസ്സിൽ പോയി? 3ാം ക്ലാസ്സിലോ 4ാം ക്ലാസ്സിലോ? പഠിച്ചതല്ല, മണ്ണപ്പം ചുട്ട് കളിച്ചിട്ടുള്ളൂ. അന്ന് ആ പ്രേമലേഖനം കൈമാറിയത് നിങ്ങൾ എന്ത് മനുഷ്യത്യാണ്. അന്ന് അങ്ങനെ ഒന്നും പ്രേമലേഖനം ഒന്നും കൊടുത്തിട്ടില്ല. അതൊക്കെ വേണ്ടെന്ന് പിന്നല്ലാണ്ട്. എന്നാലും ഓർമ്മകള് കാണുമ്പോ എടി നീയോ, നീ ഇങ്ങനെ എടി നീയോ, നീ ഇങ്ങനെ ഒരു ആന പോലായി ഞാൻ ഇങ്ങനെ മനസ്സിലാക്കും. സോറി, ഞാൻ ഇങ്ങനെ മനസ്സിലാക്കാറുണ്ട്. അപ്പോൾ ആ സമയത്ത് അന്നൊരു പ്രേമലേഖനം കൊടുത്തിരുന്നെങ്കിൽ മൂപ്പരപ്പം തന്നെ മൂപ്പരൊരു ശൈലിയുണ്ട്. ഫൗസി അല്ലേ, അത് പനി വന്നേ. ഓക്കെ, അപ്പോൾ എന്തായാലും അതൊരു നിമിത്തമാണ് നമുക്ക് കിട്ടുന്നത്. അവസരങ്ങളെന്ന് പറയുന്നത് ചിലപ്പോൾ എപ്പോഴും തേടി വരണമെന്നില്ല. അങ്ങനെയായിരുന്നു നമ്മുടെ ഒരു സിനിമ എൻട്രി എന്ന് പറയുന്നത്. രഘുറാം എന്ന സിനിമയിൽ സൈനു ചാവക്കാടിൻ്റെ അവസരം നിങ്ങൾക്ക് കിട്ടി. സ്റ്റണ്ട് ഉണ്ടായിരുന്നോ? അവിടെ സ്റ്റണ്ട് ഉണ്ടായിരുന്നു. സത്യം പറ, നിങ്ങൾ എതിർഭാഗത്ത് നിൽക്കുമ്പോൾ ഇപ്പുറത്ത് നിന്നത് ആരാണ്? എന്ത് ധൈര്യത്തിൽ നിങ്ങളുടെ മുമ്പിൽ നിന്ന്? ആനങ്ങാനാണെങ്കിൽ ഞാനപ്പോൾ പോവാ കയ്യെങ്ങാനും എൻ്റെ ദേഹത്ത് ശരിക്കും കൊണ്ടാ പടിയായി പോകുന്നു. ശരി അല്ല, ഫൈറ്റ് എങ്ങനെ ഉണ്ടായിരുന്നു? കാരണം ഭയങ്കര ഫൈറ്റായിരുന്ന സംഭവമാണ്. അതിൻ്റെ അകത്ത് ഒരു ചെറിയൊരു ക്യാരക്ടർ, ചെറിയൊരു സംഭവം, ഒരു അന്ന് തന്നെ ക്യാപ്റ്റനായിരുന്നു എൻ്റെ എഗെയിൻസ്റ്റ് എന്ന് വെച്ചത്. ക്യാപ്റ്റൻ്റെ കയ്യിൽ നിന്ന് കഴുത്തിന് ഒരു പിടുത്തം കിട്ടിയിട്ട് അന്ന് വേദന പിടിച്ചതാ. ശരിയാ. പിന്നെ ഇപ്പോഴാ വേദന പോയിട്ടില്ല. എനിക്കും ക്യാപ്റ്റന്റെ കയ്യിൽ നിന്ന് കിട്ടിയല്ലേ, കയ്യിലായതുകൊണ്ട് ഞാൻ ഒഴിഞ്ഞളഞ്ഞു. അങ്ങോട്ട് ശരിക്കും ഭ്രാന്താണ്. ക്യാപ്റ്റനായിരുന്നിട്ട് അവിടെ ഈ ശത്രുക്കളെ വെടിവെച്ച് കൊന്നും അടിച്ചു പിടിച്ച് കൊന്നും മൂപ്പര് ഫ്രണ്ടിൽ നമ്മൾ നിൽക്കും. മൂപ്പര് ഫ്രണ്ടിൽ നമ്മൾ മൂപ്പര് വിചാരം എന്തറിയാമോ? അതേ
പാകിസ്ഥാനി എന്ന് പറഞ്ഞിട്ടാണ് സത്യം. മൂപ്പർ സീരിയസ് ആയിട്ടാണ് തല്ലണത്. ഞാൻ നോക്കുമ്പോ എന്നെ പിടിച്ചിട്ട് എന്താ പറയുക കഴുത്തൽ കയറി പിടിച്ച് അപ്പോൾ എന്തായാലും നല്ല ഒരു അനുഭവമായിരുന്നില്ലേ രഘുറാമിന്റെ രഘുറാമിന്റെ ഒരു അഡ്വർടൈസ്മെന്റ് എന്ന് പറയുമ്പോൾ എന്താ അറിയാമോ, JC സ്റ്റുഡിയോയിലാണ് രഘുറാമിന്റെ കംപ്ലീറ്റ് അഡ്വർടൈസ്മെന്റ് പോകുന്നത്. സിനിമ ഇപ്പോൾ റിലീസായിട്ടില്ല, അടുത്ത മാസം സ്റ്റാർട്ടിങ്ങിൽ എന്തോ റിലീസ്. പക്ഷേ പ്രമോഷൻ ഭയങ്കരമായിട്ട് ഞങ്ങൾ നമ്മുടെ ചാനലിലൂടെ, കാരണം എല്ലാവരും പ്രോഗ്രാമിൽ അഭിനയിച്ച എന്താ പറയുക ഈച്ച മുതൽ പാറ്റ വരെ വന്നു എന്നുള്ളതാണ്. അതും വെറുതെ വന്നതല്ല, നല്ല വേഷങ്ങൾ ചെയ്തോണ്ടു നല്ല പവർഫുൾ ആയിട്ട് ഞങ്ങൾ ഡയറക്ടറെ മാത്രം എടുക്കാണ്. കളിക്കൂട്ടുകാരനായതുകൊണ്ടൊന്നല്ല, അല്ലെങ്കിലും നമ്മൾ പറയും ഞാനൊക്കെ എന്തെങ്കിലും നെഗറ്റീവ് കിട്ടുകയാണെങ്കിൽ മുഖത്ത് നോക്കി ഞാൻ പറയാറുണ്ട്, മുഖത്ത് നോക്കി പറയാൻ നെഗറ്റീവ് ഉണ്ടോ നോക്കുമ്പോൾ പുള്ളിയുടെ അടുത്ത് നെഗറ്റീവ് കിട്ടുന്നില്ല. അതാണ് ആകെ കുഴപ്പം, അല്ലാതെ തന്നെ പുള്ളി പവറാ. ഇപ്പൊ ഈ രഘുറാം മൂവി കഴിഞ്ഞിട്ട് അടുത്ത വല്ല മൂവി കമ്മിറ്റ് ചെയ്തിട്ടുണ്ടോ? ഏതാണ്, തമിഴാണോ മലയാളമാണോ? മലയാളം തന്നെ, ഒരു തമിഴിലൊരു പോലീസ് ഓഫീസറെ വേഷം. ഒരു മലയാളവും തമിഴും രണ്ടെണ്ണം. രഘുറാം ലക്കി മൂവി തന്നെയാണെന്ന് തോന്നുന്നു. അതെ. ഓക്കെ. അപ്പോൾ രഘുറാമിൽ അങ്ങനെ ഒരു അവസരം കിട്ടി. ഇപ്പം മലയാളം വന്ന് ഷൂട്ട് തുടങ്ങി? അതിൻ്റെ ഇല്ല, ഈ ജനുവരി തുടങ്ങും. തമിഴോ? തമിഴ് ഷൂട്ട് ഈ മാസം ലാസ്റ്റ് ഒരു പകുതിയിൽ വെച്ച് തുടങ്ങുന്നുണ്ടെന്നാണ് പറഞ്ഞത്. നിങ്ങളൊക്കെ ഡേറ്റ് ക്ലാഷ് ആവോ? ഇപ്പോൾ മലയാളം തുടങ്ങുന്നത് തമിഴ് തുടങ്ങുന്നത് ഇല്ല, അതനുസരിച്ച് ഇപ്പം നമ്മൾ ആദ്യമൊന്നും അങ്ങനത്തെ ഒരു ഷെഡ്യൂൾ വെച്ച് പോകാനുള്ളതൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പം നമ്മൾ ചാവക്കാടൻ ഒരു മാനേജറിനെ, അദ്ദേഹത്തിന് ഒരു മാനേജറിനെ വെക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് സിനിമയിൽ അഭിനയിച്ചതോടുകൂടി നിങ്ങൾക്കൊരു മാനേജറിനെ വെക്കേണ്ടി ആ സിനിമയിൽ ഞാൻ ലൊക്കേഷൻ മാനേജർ ആയിട്ടുള്ള ഒരു പോസ്റ്റ് കൂടി എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. ഓ അങ്ങനെ? അതെ, രണ്ടും ഉണ്ടായിരുന്നു. ഒരു പിടിക്ക് രണ്ട് പക്ഷി. അതിനകത്ത് എൻ്റെ പേരൊക്കെ അതിനകത്ത് ആഡ് ആക്കിയിട്ടുള്ളതാണ്. ഞാൻ അതിനകത്ത് ലൊക്കേഷൻ മാനേജർ സാർ എനിക്ക് തന്നിട്ടുള്ള നല്ലൊരു. ഈ രഘുറാം 6ാമത്തെ മൂവിയാണ് അല്ലേ? 5ാമത്തെ മൂവി ആരുടേതായിരുന്നു? ലിജിൻ സാർ. ഫ്രൈഡേ മൂവിയൊക്കെ എടുത്തില്ലേ, ലിജിൻ സാറിന്റെ മൂവിയാണ്. പേരെന്തായിരുന്നു മൂവി? ഇറങ്ങി ചേര. അത് ഇറങ്ങാനിരിക്കും. നേരത്തെ പറഞ്ഞ ചേര അല്ലേ? ചെറിയൊരു ഷൂട്ടിനെ കുറച്ച് ഭാഗങ്ങളൊക്കെ ആക്കിയിട്ടാണ്. അതിനകത്ത് ഞാനൊരു കന്യാസ്ത്രീയുടെ വേഷം. ലെന ചേച്ചി, ഞാൻ, നിമിഷ, സുനിത ചേച്ചിയൊക്കെ കന്യാസ്ത്രീകളാണ്. എന്താണ് നിങ്ങളുടെ ആഗ്രഹം സിനിമയിൽ? എന്താവണമെന്നാണ്? നല്ല വേഷങ്ങൾ മുന്നോട്ട് കിട്ടി നല്ല പെർഫോം ചെയ്യാൻ ആഗ്രഹമുണ്ട്. പിന്നെ നല്ല കഥാപാത്രം കിട്ടി മുന്നോട്ട് നമ്മുടെ പ്രായത്തിൽ ഒതുങ്ങുന്ന കഥാപാത്രങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ ചെയ്യാൻ ആഗ്രഹമുണ്ട്. നല്ലൊരു ഗ്യാപ്പ് മലയാള സിനിമയിലുണ്ട്. പക്ഷേ ഇന്നത്തെ ഒട്ടുമിക്ക സിനിമകളിലും ഞാൻ ഏത് ആർട്ടിസ്റ്റാണെന്ന് എനിക്ക് ഓർമ്മയില്ല, ഇങ്ങനെ അവർ പറഞ്ഞു കേട്ടായിരുന്നു, മലയാള സിനിമയിൽ ഇപ്പോൾ ഇറങ്ങുന്ന സിനിമകളിൽ അമ്മ ക്യാരക്ടറൊന്നും ഇല്ല. ശരിയാണ്. അതൊരു സത്യസന്ധമായിട്ടുള്ള കാര്യം എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഇപ്പം ഇറങ്ങുന്ന ജനറേഷൻ്റെ സിനിമയിൽ അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ഒന്നുമില്ല. പിന്നെ അമ്മ ക്യാരക്ടേഴ്സ് എന്നൊക്കെ പറഞ്ഞു വരുന്നതൊക്കെ പിള്ളേർ സെറ്റപ്പ്, അവരമ്മ എന്ന് പറയുമ്പോൾ അതേപോലത്തെ ഒരു. ഞാനൊരു 25 ഏജുള്ള ഒരു മകൻ്റെ അമ്മയായിട്ട് ഈടെ ഒരു ഷോർട്ട് ഫിലിം ചെയ്തായിരുന്നു. അത് മധുചേട്ടൻ്റെ പേരായിട്ട് ചെയ്ത്, കലാപ മധുചേട്ടൻ്റെ പേരായിട്ട്. അതിനകത്ത് നല്ലൊരു വേഷമാണ്. അതിനകത്ത് നാഷണൽ അവാർഡിന് നോമിനേഷനൊക്കെ കിട്ടിയിട്ടുണ്ട്. ആണല്ലേ? അത്യാവശ്യം നല്ലൊരു. അത് ഇപ്പം ഈ മാസം ഇറങ്ങും. എൻ്റെ എല്ലാം കഴിഞ്ഞിട്ട് അതിനുശേഷം ചെയ്തത് അത്. അപ്പോൾ ക്യാമറക്ക് മുന്നിൽ തന്നെ നിൽക്കാനാണ് താല്പര്യം? അതെ. അതിന് വേണ്ടി ജോലി പോലും പാടെ ഉപേക്ഷിച്ചു. എന്ത് ജോലി ഉണ്ടായിരുന്നു? ഞാൻ നഴ്സായിരുന്നു, ജനറൽ നഴ്സ്. 5 വർഷം ജോലി ചെയ്തത്. ഏത് ഹോസ്പിറ്റലിൽ? ഞാൻ MA ഹോസ്പിറ്റലിൽ ഏങ്ങണ്ടിയൂർ ചെയ്തു. പഠിച്ചത് കൂടെ ലൂർദ് ഹോസ്പിറ്റലാണ്. ഓ അത് ശരി. 15 വർഷം ഉണ്ടായിരുന്നു. എന്നിട്ട് ജോലി റിസൈൻ ചെയ്തു. അപ്പൊ അത് ഗവൺമെന്റ് ഹോസ്പിറ്റലായിരുന്നില്ലേ? ഗവൺമെന്റ് കിട്ടി. പക്ഷെ ഞാൻ ഇതിനകത്തോട്ട് വന്ന സമയത്താണ്. ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ അത് പെർമനന്റ് ജോബാണ് ഗവൺമെന്റ് കിട്ടിയത്? പെർമനന്റ് ജോബ് കിട്ടിയത്, പാലിയേറ്റീവ് സെക്ഷനിലാണ് കിട്ടിയത്. എന്നിട്ട് അത് നിങ്ങൾ കളഞ്ഞു സിനിമക്ക് വേണ്ടിയിട്ട്? നല്ല കാര്യം തന്നെ. അത് വേറൊന്നുമല്ല, ഞാൻ സിനിമയിൽ ഇറങ്ങിയപ്പോൾ എനിക്ക് ഒരുപാട് എൻ്റെ ഫാമിലിയിൽ തന്നെ താല്പര്യമില്ലാത്തവരായിരുന്നു ഒത്തിരി പേര്. അതുണ്ടാവും. അപ്പോൾ ഞങ്ങളുടെ കാസ്റ്റ് അനുസരിച്ചും ഇഷ്ടമല്ലാത്തവരുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ വീട്ടിൽ കയറ്റില്ല, മക്കളെ ബ്രദറായാലും പള്ളിയിൽ മയ്യത്തെടുക്കില്ല, അങ്ങനത്തെ ഒക്കെ കുറേ കാര്യങ്ങൾ എൻ്റെ അടുത്തൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഞാൻ സിനിമയിൽ പിടിച്ചിരുന്നത്. അതെനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. നല്ല വേഷം ചെയ്യണം,
നല്ല രീതിയിലുള്ള പേയ്മെൻറ്റൊക്കെയുള്ള നല്ല വേഷങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകണം എന്നൊക്കെ എനിക്ക് നല്ലൊരു ആഗ്രഹം കൊണ്ട് ഞാൻ വാശി പിടിച്ച് ഇതിനകത്ത് നിന്നതാണ്. നല്ല ക്യാരക്ടർ ചെയ്ത് നല്ല സ്നേഹമാണ് അവരെല്ലാവരും. നല്ല വേഷങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഓക്കെ എല്ലാം മാറി. എന്നിട്ട് എന്നോട് മിണ്ടാൻ പാടില്ല, പിള്ളേർ മിണ്ടാൻ പാടില്ല, വൈഫ് മിണ്ടാൻ പാടില്ല, മൊത്തം എല്ലാവർക്കും അത് ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവരെ കുറ്റമൊന്നും പറയുന്നില്ല. അല്ല, ഞാൻ പറഞ്ഞില്ല കുറ്റം പറഞ്ഞ നാട് 2026 അല്ലേ, 2026 കിടക്കുന്നത്. പക്ഷെ ഇപ്പോഴും 90 അല്ലെങ്കിൽ 2000 കാലഘട്ടത്തിൽ ജീവിക്കുന്ന ആൾക്കാർ 25-26 വർഷം കഴിഞ്ഞ് അറിയാണ്ട് ജീവിക്കുന്നവർ നമ്മുടെ നാട്ടിൽ എൻ്റെ ചുറ്റുപാടും തന്നെയുണ്ട്. ഞാൻ ഇല്ലെന്ന് പറയില്ല. അപ്പോൾ അതാണ് കാലഘട്ടം എന്ന് പറയുന്നത്. എല്ലാത്തിനും ഒരു പോസിറ്റീവും നെഗറ്റീവും ഉണ്ട്. മലയാള സിനിമ എന്നല്ല, സിനിമയിൽ തന്നെ നമുക്ക് റോളുകൾ തരാം എന്ന് പറയുന്നവരും പറഞ്ഞ് മിസ്യൂസ് ചെയ്യുന്നവരൊക്കെ ഉണ്ട്. അങ്ങനെ എന്തെങ്കിലും ഒരു ആരെങ്കിലും ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു മോശമായിട്ടുള്ള ഒരു അനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു സിനിമ ഇത്രയും വർഷത്തെ ഒരു എക്സ്പീരിയൻസിൽ വിളിച്ച്, അതായത് ഫോൺ ചെയ്ത് ഞാൻ നിങ്ങൾക്ക് ഇന്ന റോൾ തരാം, റെഡിയാക്കി വെച്ചിട്ടുണ്ട്, പേയ്മെൻറ്റ് ഇത്ര രൂപ മേടിച്ച് തരാം, അങ്ങനെ പറഞ്ഞ ഇന്ന ദിവസം ഷൂട്ടിന് സ്ഥലത്ത് പോയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ല പറയുന്നത്, ഇതെല്ലാം പറഞ്ഞ് ഫോൺ എടുക്കാണ്ടാവുക, അങ്ങനെ എന്തെങ്കിലും ഒരു അനുഭവം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്? ഉണ്ടായിട്ടുണ്ട്. അവർ ഇന്ന വേഷം തരാം, അത് തരാം, അതൊക്കെ പറയും. എന്നിട്ട് നമ്മളടുത്ത് പറയും ഇത്ര രൂപ പേയ്മെൻറ്റ് എന്നൊക്കെ പറയും. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളടുത്ത് പറയും ഡേറ്റൊക്കെ തന്നു കഴിഞ്ഞതിന് ശേഷം തലേദിവസം വരെ നമ്മളടുത്ത് വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ അന്നത്തെ ദിവസം നമ്മളടുത്ത് വിളിക്കില്ല, അവരെടുക്കില്ല കോള്. അങ്ങനെ നമ്മൾ അതിന് വെയിറ്റ് ചെയ്തിട്ട് വേറെ വർക്കുകൾ കളയും നമ്മൾ. അല്ലാണ്ട് നിങ്ങളുടെ അടുത്ത് പൈസ ചോദിക്കുന്ന വല്ല അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ക്യാഷൊക്കെ ചോദിച്ചിട്ടുള്ള വർക്കുകൾ ഇതുപോലെ വന്നിട്ടുണ്ട്. നമ്മൾ ക്യാഷിന് വേണ്ട വർക്ക് വേണ്ട, നമ്മൾ ചെയ്യുന്ന വർക്കിന് നമുക്ക് ഇങ്ങോട്ട് ക്യാഷ് വേണ്ടത്. അല്ലാതെ അതുപോലെ തന്നെ വേറൊരു അമ്മച്ചി ഇതുപോലെ അതൊരു ഷൂട്ടിന് വേണ്ടിയിട്ട്, അതൊരു സീരിയൽ ഷൂട്ടായിരുന്നു, കോസ്റ്റ്യൂമിനാണെന്നൊക്കെ പറഞ്ഞ് ഇതുപോലെ ഞാൻ ക്യാഷ് വാങ്ങിച്ചു കൊടുത്ത് അറിഞ്ഞപ്പോൾ ആ അമ്മച്ചീനെ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറയാം, എറണാകുളത്ത് ഞാൻ വിളിക്കും, കളമശ്ശേരി എന്നുള്ളതാണ് ഒരു ചേച്ചി. ആ അമ്മച്ചി പറയുന്നതാണ് എൻ്റെ 2 കിഡ്നി കംപ്ലൈൻറ്റാണ്, സിനിമ മോഹമായിട്ട് വന്ന ഒരു അമ്മച്ചിയായിരുന്നു അത്. ആ അമ്മച്ചീനെ വിളിച്ചിട്ട് പറഞ്ഞു, ഫൗസി എന്നെ ഇങ്ങനെ ഒരാൾ ചീറ്റ് ചെയ്തു, എൻ്റെ കയ്യിൽ നിന്ന് ഒരു കോസ്റ്റ്യൂമിൻ്റെ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞ് സീരിയലിൽ അഭിനയിപ്പിക്കുകയെന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചതാണ്. 1000 രൂപ ഞാൻ ഇട്ട് കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും നൈറ്റിൽ വിളിച്ചിട്ട് വീണ്ടും ചോദിച്ചപ്പോൾ ഈ ചേച്ചി വിചാരം ക്യാഷ് കൊടുത്താലേ അതിനകത്ത് നല്ല വേഷം കിട്ടുള്ളൂ എന്നാണ്. വീണ്ടും പൈസ ഇട്ട് കൊടുത്തു. പിന്നെ വിളിക്കുന്നില്ല, വഴി വരെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ഇപ്പം ഞങ്ങൾ എങ്ങോട്ട് പോകണമെന്ന് അറിയണില്ല, ആൾ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നുമില്ല, എൻ്റെ ക്യാഷും പോയി എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു ഇത് ആരാളെന്നൊക്കെ ചോദിച്ചു. പറഞ്ഞു ഞാനൊരു വാട്സപ്പ് ഗ്രൂപ്പിലുണ്ടായിരുന്നു, അപ്പോൾ ആ അമ്മച്ചി കണ്ടിട്ടുണ്ട് ആ ഗ്രൂപ്പിൽ, ഞാനുള്ളത് കണ്ടതുകൊണ്ടാണ് ആ ഗ്രൂപ്പിൽ ഇന്ന വ്യക്തിയാണെന്ന് പറഞ്ഞിട്ട് എന്നോട് പറയുന്നത്. ഞാൻ അവനെ വിളിച്ച് ഞാൻ അടുത്ത് പറഞ്ഞു, ഒരു പ്രായം ചെന്ന സ്ത്രീനോടാണ് നീ ഇത് കാണിക്കുന്നത്, നിൻ്റെ വീട്ടിൽ ഞാൻ വരും, നീ ആവശ്യമില്ലാതെ നിൽക്കണ്ട, അന്വേഷിച്ച് വരും, ആ ചേച്ചിയുടെ പൈസ കൊടുത്തു, അത് വിഷയമാവും എന്നൊക്കെ പറഞ്ഞ് ഞാൻ ചൂടായിട്ടുണ്ട്. അവനെ എനിക്കറിയാമായിരുന്നു. ഞാൻ ആ ഗ്രൂപ്പിൽ ആഡാക്കി ചേട്ടനെ ഞാൻ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, ചേട്ടാ ഇങ്ങനെ ഒരു സംഭവമുണ്ട്, ആ അമ്മച്ചീനോടത്ത് ഇങ്ങനെയൊക്കെയാണ് അവൻ ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് അതിനകത്ത് വേഷവും കൊടുത്തിട്ടില്ല എന്നാണ് പറഞ്ഞ് ഇത്രയും പൈസയും പറ്റിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അത് തിരിച്ചു കൊടുക്കാൻ പറഞ്ഞു. അതൊരു രോഗിയായ അമ്മച്ചിയാണ്, അതിന് വേറെ ആരുമില്ല, ഒരു മകനുള്ളത് മരണപ്പെട്ടു, ഒരു മകൻ്റെ കൊച്ചിനെ വളർത്തുന്ന അതാണ്, 2 കിഡ്നി ഫെയിലറാണ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ കംപ്ലൈൻറ്റ് പറഞ്ഞു. ആ ഫൗസിയാണ് അത് ഏറ്റെടുത്തിരിക്കുന്നത്, വെറുതെ ആവശ്യമില്ലാതെ നിൽക്കേണ്ടത്, ഞാൻ ക്യാഷ് ഇട്ട് കൊടുത്തെന്ന് പറഞ്ഞിട്ട് അവരുടെ അടുത്ത് ആ ചേട്ടൻ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ പറഞ്ഞ പോലെ ഞാൻ ഇതുപോലെ എൻ്റെ അടുത്ത് ഇതുപോലെ പറഞ്ഞിട്ട് എൻ്റെ ഫോണിൽ വിളിച്ചിട്ട് ഞാൻ CB5 ഷൂട്ട് കഴിഞ്ഞ് വരുന്ന സമയത്ത് ഇതുപോലെ ഒരു ചേട്ടൻ കള്ളു കുടിച്ചുകൊണ്ട് തെറി വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ ഞാൻ ഷൂട്ട് കഴിഞ്ഞ് പോവുകയാണ്, നിങ്ങൾ ആവശ്യമില്ലാതെ എൻ്റെ ഫോണിൽ തെറി വിളിക്കുന്നത്. അതിനൊരു റീസൺ എന്താ പറഞ്ഞതെന്നറിയാമോ? അയാൾ ഗ്രൂപ്പിൽ കുറച്ച് പേര്, അതെനിക്ക് അറിയില്ലായിരുന്നു, അത് കലാകാരന്മാർക്ക് ഒരു ഗ്രൂപ്പ് എന്ന് പറഞ്ഞ് കുറച്ച് പേര് എൻ്റെ അടുത്ത് ആഡാക്കി പരിചയമുള്ളവരെ പരിചയപ്പെടുത്താൻ പറഞ്ഞു. ഞാനത് പരിചയപ്പെടുത്തി കൊടുത്തു, എന്നെ അതിനകത്തോട്ട് ആഡാക്കി. അത് പ്രകാരം പേഴ്സണലായിട്ട് വിളിച്ചിട്ട് പറഞ്ഞു, ഫൗസി 2-3 ഫോട്ടോ ഇടും, നല്ലൊരു വേഷം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഫോട്ടോ ഇട്ട് കൊടുത്തു. ഫോട്ടോ ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ഇട്ട് കൊടുക്കുന്നത് എൻ്റെ ഷൂട്ടിൻ്റെ ഇടയിലാണ്. അപ്പോൾ അയാൾ പറഞ്ഞ ടൈമിൽ ഇടാൻ എനിക്ക് പറ്റിയില്ല. അപ്പോൾ അയാൾ ഫോട്ടോ ചോദിച്ച കാരണം ഞാനത് എൻ്റെ ഒരു സൗകര്യം അനുസരിച്ച് ഫോട്ടോ ഇട്ടിടുന്നതും, ഇയാളൊരു 16 വയസ്സായ കൊച്ചുങ്ങളെ ഫോട്ടോ ചോദിച്ച് വിളിക്കുന്നത് ഒരേ ടൈമായിരുന്നു വോയിസ്. അതുകൊണ്ട് 16-കാരിയാണോ എന്ന് ചോദിച്ചിട്ടാണ് എന്നെ വിളിക്കുന്നത്, കളിയാക്കിയിട്ട്. അപ്പം ഞാൻ പറഞ്ഞു, ചേട്ടാ എൻ്റെ അടുത്ത് പേഴ്സണലായിട്ട് വിളിച്ചിട്ടാണ് ഫോട്ടോ ഇടാൻ പറഞ്ഞത്, ഞാൻ എൻ്റെ ടൈം അനുസരിച്ചല്ലേ എനിക്ക് ഇടാൻ പറ്റുള്ളൂ, അവിടെ ഞാൻ നോക്കിയില്ലായിരുന്നു നിങ്ങളുടെ വോയിസ്, അതുകൊണ്ട് ഞാനതിന് സോറി പറയണമെന്ന് പറഞ്ഞ ആൾ വെള്ളം അടിച്ചിട്ട് എന്നെ വിളിച്ച് തെറി പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ നോക്കി കഴിഞ്ഞിട മോനെ നിൻ്റെ വാട്സാപ്പിൽ നിൻ്റെ ഈ കലാലയം ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു,
നിന്റെ വീട്ടിൽ വന്ന് ഞാൻ അടിക്കുമെന്ന് പറഞ്ഞു ഞാൻ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ ഒരു തെറിയാണ് ലേഡീസിൻ്റെ അടുത്ത് പറയണതാണ്. അപ്പോൾ ഞാൻ അത് പറയുമ്പോൾ വീണ്ടും അങ്ങനെ തെറി പറഞ്ഞു. പോയി അന്വേഷിച്ചു, അയാൾ പറഞ്ഞ ഡീറ്റെയിലൊക്കെ വെച്ചു. ഞാനത് അന്വേഷിച്ച് പോയി. വീട്ടിൽ കയറി ചെല്ലുമ്പോൾ അയാൾ നോക്കണേ, അയാൾ കാല് പിടിപ്പിച്ച് ഞാൻ എന്താണെന്ന് പറഞ്ഞു വെച്ചാൽ അയാൾ അത്രമാത്രം മോശം വാക്കുകളാണ് സ്ത്രീകളോട് ഉച്ചരിച്ചത്, അത് ഫോൺ വഴി. അപ്പോൾ അയാളുടെ മകളൊക്കെ വന്ന് ചോദിച്ചു, മോളെ നിന്നെ ബുദ്ധിമുട്ടിക്കാനൊന്നല്ല. ഇന്നായിരുന്നെങ്കിൽ ഹേമ കമ്മീഷനിൽ ഒരു പരാതി കൊടുക്കായിരുന്നല്ലേ. ഇന്ന് പിന്നെ അതൊരു പാഷനാണ് ഇപ്പോൾ. ആണുങ്ങളെ, പാവപ്പെട്ട ഞങ്ങളെ പോലുള്ള ആണുങ്ങളെയൊക്കെ കൊടുക്കാന്നുള്ളത്. പിന്നെ അത് ഞങ്ങളുടെ കാര്യമല്ലേ പറയുന്നത്. ആണുങ്ങളുടെ കയ്യിലിരിപ്പിനെ കുറിച്ച് പറയണില്ല. ആണുങ്ങൾ എല്ലാവരും മോശക്കാരൊന്നും ഒരിക്കലും ഞാൻ പറയില്ല. ചില ആൾക്കാരുടെ ചില അറിവില്ലായ്മയായിരിക്കും, ചിലപ്പോൾ അപ്പോഴത്തെ അവരുടെ സിറ്റുവേഷൻ ആയിരിക്കും. ഞാൻ ഒരിക്കലും ആക്ഷേപിച്ച് പറയണില്ല, എൻ്റെ അനുഭവം ഞാൻ പറഞ്ഞെന്നുള്ളൂ. അല്ല, ഇത് ഇങ്ങനത്തെ ചെറിയ അനുഭവം. ആദ്യത്തെ അനുഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുമാതിരി നമ്മൾ അറിയാതെ പറ്റുന്ന സോറി പറഞ്ഞാൽ പിന്നെയും അവർ വെള്ളം അടിച്ചതിൻ്റെ പേരിലായാലും വിളിച്ച് നമ്മളടുത്ത് മോശമായിട്ട് അങ്ങനെ പറഞ്ഞതുകൊണ്ടാണല്ലോ എനിക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യേണ്ടി വന്നത്. തിക്തമായിട്ടുള്ള വേറെ എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ? വേറെ അനുഭവിച്ചാൽ ക്യാഷ് ചോദിച്ചിട്ട് ഇത്ര പൈസ ഇടാൻ തയ്യാറുണ്ടെങ്കിൽ ഇതിൻ്റെ നല്ല വേഷം തരാം അങ്ങനെയൊക്കെ പറയണവരുണ്ട്. നമുക്കത് ഇടാൻ താല്പര്യമില്ല, ആ വേഷം വേണ്ടാന്ന് വെച്ചിട്ടുണ്ട്. അങ്ങനെ വേറെ കുഴപ്പങ്ങളൊന്നും എനിക്കുണ്ടായിട്ടില്ല. എന്തായാലും സംസാരിക്കാനാണെങ്കിൽ കുറേ കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. പക്ഷെ നമ്മുടെ സമയം എന്ന് പറയുന്നത് ഇന്ന് കുറച്ച് ക്രൂഷ്യലായി പോയി എന്നുള്ളതാണ്. അപ്പോൾ കൂടുതൽ ഒരുപാട് കാര്യങ്ങൾ, കാരണം നിങ്ങളൊന്നും ഒരിക്കലും നമുക്ക് പെട്ടെന്ന് ഒഴിവാക്കാൻ പറ്റിയൊരു ആൾക്കാരല്ല. എന്താ കാര്യം എന്ന് വെച്ചാൽ ചാവക്കാട് നിന്ന് ഈ ഒരു ഇൻ്റർവ്യൂവിന് വേണ്ടി മാത്രം വന്ന ആൾക്കാരാണ് നിങ്ങൾ. അപ്പോൾ അതിന് ഒരുപാട് നന്ദിയുണ്ട്. ചോദ്യങ്ങളും ഉത്തരങ്ങളൊക്കെ ഇനിയും കുറേ ഉണ്ട്, പക്ഷേ സമയക്കുറവ് തന്നെയാണ്. അതിനിടയിൽ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ 2 സിനിമ കൂടി കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയും നല്ല നല്ല റോളുകൾ നിങ്ങളെ തേടി എത്തട്ടെ. റഘുറാമിൽ നിങ്ങളിപ്പോൾ അഭിനയിച്ച് കഴിഞ്ഞു. അതിൻ്റെ പ്രമോഷൻ 26-ാം തീയതിയാണ് അല്ലേ? പ്രമോഷൻ എന്ന് പറയുമ്പോൾ പോസ്റ്റർ റിലീസും പിന്നെ വേറെ എന്തൊക്കെയോ ഫങ്ഷൻസ്, അത് ഞാനിപ്പോൾ ഇവിടെ ഡിസ്ക്ലോസ് ചെയ്യാറില്ല. റഘുറാമിനെ കുറിച്ച് അതിലെ എക്സ്പീരിയൻസ് അതും കൂടി ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് വേണ്ടി. ഞാൻ ചെയ്തതിൽ വെച്ച് ഏറ്റവും നല്ലൊരു വേഷമാണ് എനിക്ക് ചെയ്യാൻ കിട്ടിയത്. അത് മൂപ്പര് തരും, എനിക്കറിയാം. വേറെ ആർക്കൊക്കെ കൊടുക്കാൻ പറ്റിയ വേഷമാണ് നിങ്ങൾക്കായിട്ട് പുള്ളി തന്നതെന്ന് എനിക്കറിയാം. അത് പുള്ളി ഒന്ന് കണ്ണടച്ച് തന്നതാണ്. അയ്യോ, അങ്ങനൊന്നുമില്ല. അത് അങ്ങനെ കണ്ണടച്ചിട്ടൊന്നും. കാരണം എന്നോട് കണ്ണടച്ചല്ല, എന്നോട് കണ്ണ് തുറന്നിട്ട് രഹസ്യമായിട്ട് പറഞ്ഞു, ഇടാ പല സീനും പൗസി ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമായില്ല, പിന്നെ എന്ത് ചെയ്യാൻ പറ്റും, കുറിച്ച് ഞാൻ വിളിച്ചും പോയി. എന്നോട് പറഞ്ഞ കാര്യമുണ്ട്. എന്നോട് വേണമെങ്കിൽ ഞാൻ റെക്കോർഡ് ചെയ്ത് ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരും. എൻ്റെ കാതിൽ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അറിയോ. അപ്പൊ എന്നോട് ഞാൻ വിളിച്ച് പെട്ടുപോയടാ, വെറുതെ കുരിശ് വന്നിട്ട്. നിങ്ങളെ കുറിച്ച് ആരെങ്കിലും നിങ്ങളോട് പറയോ? അല്ല, അങ്ങനെ ഒരു കള്ളനാണെന്ന് സ്വയം പറയോ? ഞാൻ കട്ടു, ഞാൻ അവിടെ കട്ടു പറയില്ല. അപ്പൊ ഞാനൊന്ന് പറഞ്ഞോട്ടെ. അപ്പൊ മൂപ്പര് എൻ്റെ അടുത്ത് രഹസ്യമായിട്ട് പറഞ്ഞ കാര്യങ്ങളാണ്. ഞാൻ വിചാരിച്ചത് ഇങ്ങനെ കുരിശാതി എന്ത് പറഞ്ഞാല് എന്നെ നോക്കി കയ്യൊക്കെ ഇങ്ങനെ കാണിക്കും, കേടിയാടാ കേടിയെന്ന്. എല്ലാ കാരണം 1, 2 ഒന്നും അല്ല, 2, 3 പേരെയൊക്കെ പ്രശ്നം ഉണ്ടാക്കി, വീട്ടിൽ പോയി പ്രശ്നം ഉണ്ടാക്കി, ലാസ്റ്റ് ഞാൻ അവളുടെ കാല് പിടിക്കേണ്ടി വരും. അങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ മിണ്ടാണ്ടിരിക്കുകയാണ്, എങ്ങനെയെങ്കിലും അത് തീർന്ന് കിട്ടിയാൽ മതി എന്നൊക്കെ പറഞ്ഞ്. എന്തായാലും 2 വാക്ക് നിങ്ങളുടെ ഓഡിയൻസിൻ്റെ അടുത്ത്, നിങ്ങളുടെ സുഹൃത്തുക്കളുടെ അടുത്ത്, അവരൊക്കെ അടുത്തൊന്ന് പറഞ്ഞേക്ക്. മലയാള സിനിമയിൽ ഈ എന്താ പറയുക, രഘുറാമിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്, അതിൻ്റെ എക്സ്പീരിയൻസും? രഘുറാം കാട്ടിലായിരുന്നു സീന്. കാട്ടിൽ നല്ല മഴ എല്ലാം ആയിട്ടുള്ള. ആ കാട്ടിൽ ഒരു കാര്യം പറഞ്ഞോട്ടെ, ആ കാട്ടിലിപ്പം മൃഗങ്ങളില്ല. അയ്യോ, നിങ്ങളൊക്കെ അവിടെ കയറി ഉള്ള മൃഗങ്ങളൊക്കെ ഇറങ്ങിപ്പോയി. പറഞ്ഞു അങ്ങനെ സംഭവം ഉണ്ടല്ലേ? ഞാൻ അറിഞ്ഞിട്ടില്ലായിരുന്നില്ല. പേപ്പറിൽ കാട്ടിലെ കാര്യം പോവരുത്. രഘുറാം നല്ലൊരു എക്സ്പീരിയൻസ്, നല്ലൊരു അനുഭവമായിരുന്നു. നല്ലൊരു വേഷമാണ് എനിക്ക് അതിനകത്ത്. ഇത് ആദിഷ് ബാലയുടെ കൂടെ തന്നെയുള്ള ഒരു നല്ല വേഷം, നായകൻ്റെ കൂടെയുള്ള ഒരു നല്ല വേഷം ത്രൂ അതിനകത്ത് ഉണ്ടായിട്ടുണ്ട്. ആ 4 ഫൈറ്റ് സീനിലും കുഴപ്പമില്ലാത്തതിൽ എനിക്ക് ചെയ്യാൻ പറ്റി. അത് സൈൻ സാറിൻ്റെ ഒരു വലിയതാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സപ്പോർട്ട്, കട്ട സപ്പോർട്ട് ഉണ്ടായിരുന്നു. നമുക്ക് അറിയാത്ത കുറേ കാര്യങ്ങളും പുള്ളി നമുക്ക് ചെയ്ത് പഠിപ്പിക്കാനായിട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അഷർ ഗുരുക്കൾ, അതുപോലെ തന്നെ ജിറോസ് മാസ്റ്റർ, അങ്ങനെയൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് നല്ല പോലെ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ക്യാപ്റ്റൻ സാറ്, എല്ലാവരും അത്യാവശ്യം നമുക്ക് വേണ്ടി നല്ല ഇതുകളാണ് പറഞ്ഞു തരാനും
നമുക്കറിയാത്ത കാര്യങ്ങൾ പറഞ്ഞു തരാനോ നമ്മൾക്കൂടെ കട്ട സപ്പോർട്ടായിട്ട് നിന്നുകൊണ്ട് നമുക്ക് നല്ലൊരു ഇത് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ നിങ്ങളൊക്കെ കാണുമ്പോഴേ അറിയാൻ പറ്റും അതിനകത്ത് ഉള്ള ഇതുകളൊക്കെ. തീർച്ചയായിട്ടും അതൊരു നല്ല മൂവി ആവട്ടെ, മൂവി ആവണം, അത് ഒരുപാട് ജനഹൃദയങ്ങളിലേക്ക് എത്തട്ടെ എന്ന് നമുക്ക് ജഗദീശ്വരനോട് പ്രാർത്ഥിക്കാം. അപ്പോൾ എന്തായാലും ഫൗസി, കൂടുതലായിട്ടൊന്നുമില്ല, നമുക്ക് JC സ്റ്റുഡിയോനെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. JC സ്റ്റുഡിയോനെ കുറിച്ച് പറയാന്ന് പറഞ്ഞാൽ എനിക്ക് ഇങ്ങോട്ട് വരാനും നല്ലൊരു ഇൻ്റർവ്യൂ ഇത് ചെയ്ത് തരാനൊക്കെ അതെനിക്ക് മനസ്സിലായി. അത് ബീഫ് ബിരിയാണിയുടെ ബലത്തിൽ പറയുന്നത്. അത് ഉച്ചയ്ക്ക് എന്ന ബീഫ് ബിരിയാണിയുടെ ആത്മാർത്ഥമായിട്ട് മനസ്സിൽ തൊട്ട് പറയാം. മനസ്സിൽ തൊട്ടി പറയണം അല്ലേ ഇതിൽ കേട്ടാ, ഉച്ചയ്ക്ക് ബിരിയാണിയുടെ ഇതാണ് ഇപ്പൊ ഈ പറയുന്നത്. അത് നമ്മളെ കളിയാക്കണേ. ഒരിക്കലല്ല ബിരിയാണി ഇത് പറയാൻ പറ്റാത്ത വിധത്തില് ടയേർഡ് ആയിക്കൊണ്ടിരിക്കുന്ന ചെയ്യുന്നത് അത് വേണ്ടായിരുന്നു ബിരിയാണി ഇപ്പൊ തോന്നുന്നുണ്ട്. ഞാൻ ഇടക്ക് മാത്രമേ ഇങ്ങനത്തെ നല്ല ബിരിയാണി ഞാൻ ഉണ്ടാക്കാറുള്ളൂ. ഇന്നിങ്ങനെ എല്ലാം ഒത്തു വന്ന് മസാലകളൊക്കെ കറക്റ്റ് ആയിട്ട് വന്നപ്പോ അങ്ങനെ ഉണ്ടാക്കിയ. ഞാൻ ചിക്കൻ ബിരിയാണിയാണ് വിചാരിച്ചത്, പക്ഷെ ഉണ്ടാക്കി വന്നപ്പോ അത് ബീഫ് ബിരിയാണി പോയി. അപ്പം ഇത് സ്റ്റുഡിയോയിൽ നമുക്ക് വേണ്ടി ഇത്ര നല്ലൊരു ഇൻ്റർവ്യൂ, നമ്മുടെ മനസ്സ് തുറന്ന് സംസാരിക്കാനുള്ള ഒരു സിറ്റുവേഷൻ പ്ലാറ്റ്ഫോമൊക്കെ ഒരുക്കി തന്ന നിങ്ങൾ സ്റ്റുഡിയോയിലെല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓക്കെ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു. ശരി.